വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ തൊഴുവങ്കോട് അമ്പലത്തിൽ വന്നേക്കാണ്. ഞാനും സോച്ചേട്ടനും അമ്മയും ആദിക്കുട്ടനും ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയില്ല. ഇന്നൊരു സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ തന്നെ പാർക്കിംഗ് താഴെയുണ്ട്, അവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് നടന്നു പോകണം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ താഴെ വന്ന് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മേളിലോട്ട് പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് അടുത്ത അമ്പലത്തിൽ പോവാം. ആറ്റുകാല് പൊങ്കാലയ്ക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ആറ്റുകാലും കൂടി പോവാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് മേളിൽ പോയിട്ട് അമ്മയെ ആദിക്കുട്ടിനെ വിളിച്ചിട്ട് നമുക്ക് നേരെ ഉദയനൂർ അമ്പലത്തിൽ പോകാം കേട്ടോ. തൊഴുവങ്കോടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉദയനൂർ അമ്പലം. അപ്പോൾ നമുക്ക് ഉദയനൂരും കൂടി കയറിയിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോകാം. പോയിട്ട് ആദിപ്പനെയും അമ്മയും വിളിക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഉദയനൂർ അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുള്ളിലേക്ക് പോകണം. അപ്പം നമുക്ക് അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളിതേ ഉദയനൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. നമ്മൾ ഉദയനൂരിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആറ്റുകാല് പോവാം. ഉദയനൂർ അമ്പലത്ത് നല്ലപോലെ കണ്ട് തൊഴാൻ പറ്റിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നല്ലപോലെ തൊഴാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആറ്റുകാലോട്ട് പോവാം. അപ്പോൾ ഇതേ നമ്മൾ ഉദയനൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആറ്റുകാല് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ സമയത്താണ് സോച്ചേട്ടൻ പറഞ്ഞ് തിരുമലയിലുള്ള നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിലും കൂടി കയറിയിട്ട് നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് കയറാനായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോവാം. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സീതാദേവിയുടെയും രാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ ഫോട്ടോസായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോസ് 4 ഭാഗത്തുണ്ട്. 4 ചുമരിൽ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ ഫോട്ടോസാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അമ്പലത്തിനകത്ത് കയറാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ അവിടെ നിവേദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കയറി അവിടെ ഇങ്ങനെ ഒരു ഇരിക്കാനുള്ളൊരു കൽമണ്ഡപമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഇവിടെ ഇരിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിനകത്തുനിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടി. പായസം, വടയാണ് ഇവിടെ ഹനുമാൻ സ്വാമിക്ക് പൂജിക്കുന്നത്. അപ്പോൾ വടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതേ ആദിക്കുട്ടനും ഫുഡ് കഴിക്കണം. ആദിക്കുട്ടൻ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നേരത്തെ എണീക്കും. അപ്പോൾ അമ്മ രാവിലെ 4 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ അവനും എഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കുളിക്കുന്നതിന് മുമ്പ് ചായ എന്തെങ്കിലും കുടിക്കും, അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടല്ലേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദിക്കുട്ടന് നല്ല വിശന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് വടയും പായസവും ഒക്കെ കഴിക്കുന്നുണ്ട്. പ്രസാദം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിനി നേരെ ആറ്റുകാല് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആറ്റുകാൽ അമ്മയുടെ നടയിൽ എത്താറായിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് വരാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമം ദൈവമേ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് വരാൻ പറ്റാത്തതിൽ. അപ്പോൾ ഇപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഉത്സവം കഴിഞ്ഞിട്ടും അതേ പ്രതീതിയിൽ കിടക്കുകയാണ്. ഉത്സവം നടന്ന അതേ ഒരു പ്രതീതിയിൽ കിടക്കുകയാണ്. ഞായറാഴ്ച ദിവസത്തെ തിരക്ക് അത് എല്ലാ ദിവസവും ആ ഒരു തിരക്കുണ്ട്. പക്ഷേ അതുപോലെ ഭയങ്കര ഉത്സവത്തിന് എങ്ങനെയാണോ അതേപോലത്തെ ഒരു തിരക്കും അതുപോലെയായിരുന്നു. അങ്ങനെ നല്ലപോലെ അമ്മയെ കണ്ട് തൊഴാനായിട്ട് പറ്റിയില്ല. കാരണം നല്ല തിരക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ തള്ളി വിട്ടു. അതുകൊണ്ട് നല്ലപോലെ അമ്മയെ കണ്ട് തൊഴാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ തിരക്കൊക്കെ മാറിയുന്ന സമയത്ത് വന്ന് അമ്മയെ കണ്ട് നല്ലപോലെ തൊഴാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ ഇപ്പം തന്നെ നമുക്ക് കാണാം, നല്ല തിരക്കുണ്ട്. നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്ന ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. നല്ല ക്യൂ നിന്നിട്ടാണ് നമ്മൾ അകത്ത് കയറേണ്ടത്. അപ്പോൾ അത്രയും ക്യൂ ഉണ്ടായിരുന്നു. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പൊങ്കാലയ്ക്കൊക്കെ വരാൻ പറ്റാത്ത എല്ലാവരും അമ്മ വന്ന് ഈ സമയത്താണല്ലോ വന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ക്യൂ നമുക്കിപ്പോൾ തന്നെ കാണാമല്ലോ, നിറച്ച് ക്യൂ ഉണ്ട്. നമ്മൾ ഏറ്റവും പുറകിലാണ് പോയി നിന്നത്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് അമ്പലത്തിനകത്തേക്കൊന്നും അങ്ങനെ എടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഇങ്ങനെ നാരങ്ങ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ നാരങ്ങ വിളക്കിനും ഓരോ കഥകളും ഓരോ വിഷമങ്ങളും ഒക്കെ പറയാനുണ്ട്. അത്രയ്ക്കും ആൾക്കാർ അത്രയും പ്രാർത്ഥനയോടെ അത്രയും വിഷമത്തോടെയൊക്കെ വന്ന് അമ്മയ്ക്ക് ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് അമ്മയ്ക്ക് കത്തിക്കുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം സാധാരണ ഞങ്ങൾ വരുമ്പോൾ നാരങ്ങ വിളക്ക് ഞങ്ങൾ കത്തിക്കാറുണ്ട്. ഇപ്പോൾ തിരക്കായതുകൊണ്ട് പിന്നെ കത്തിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് തൊഴുതിറങ്ങി ആദിക്കുട്ടനും അമ്മയും ഒക്കെ ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. സോച്ചേട്ടൻ വണ്ടി എടുക്കാനായിട്ട് പോയേക്കുക.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു തമ്പാനൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തമ്പാനൂരുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മുടെ ബസ് സ്റ്റാൻഡും അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനുമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ആര്യാസ് വെജ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ സോച്ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാനിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ സോച്ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, എന്നിട്ട് ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ആദ്യക്കുട്ടന് നല്ല ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ട്. ആ ജുബയും മുണ്ടൊക്കെ കൊടുത്തിട്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടീഷർട്ടും ഈ ഒരു ഷോർട്ട്സൊക്കെ എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചില്ല, നല്ല വിശന്ന് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിഷമം നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഉറക്കവും ശരിയായിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഫുഡൊക്കെ വാങ്ങി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഇങ്ങനെ തിരുവനന്തപുരത്തിനെയൊക്കെ കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിനകത്ത് ഹോട്ടലിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ കാണിച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യകൂട്ടൻ അപ്പുറത്തിരിക്കും, അപ്പുറത്തിരിക്കും അങ്ങനെ അവൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മ ഫുഡ് കഴിക്കുന്നില്ല, അമ്മ വ്രതമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഫുഡൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇത് തൈര് വട ഓർഡർ ചെയ്തു. സോച്ചേട്ടൻ്റെ തൈര് വട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തൈര് വട, നമ്മളൊരു നെയ് റോസ്റ്റ്, പിന്നെ പൂരി സെറ്റാണ് പറഞ്ഞത്. എനിക്കും ആദ്യകൂട്ടനും പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ സോച്ചേട്ടൻ ഈ ഒരു തൈര് വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തൈര് വട ഇഷ്ടമാണ്. ചില ഹോട്ടൽസിലൊക്കെ തൈര് വടയിലകത്ത് ഉപ്പൊന്നും അങ്ങനെ ഇടത്തില്ല. പക്ഷേ ഇവിടെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അമ്മ കഴിക്കുന്നില്ല, അമ്മ വ്രതമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ കഴിക്കുന്നില്ല, ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇതേ ഈ ഒരു നെയ് റോസ്റ്റ് വാങ്ങിക്കൊടുത്തു. പിന്നെ അമ്മ എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു മാംഗോ ജ്യൂസ് അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ കുടിക്കുവാണ്. പിന്നെ അപ്പം ഞാൻ തൈര് വടയൊക്കെ കഴിക്കുവാണ്. നല്ല ഈ ചൂടത്ത് നിന്ന് വന്നിട്ട് നല്ല തണുത്ത തൈര് വട, നല്ല ടേസ്റ്റായിരുന്നു. തൈരും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വടയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നല്ല തണുത്ത തൈര് വട കഴിച്ചു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇതേ ജ്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ മാംഗോയും ചോക്ലേറ്റും ആണ് പറഞ്ഞിരുന്നത്. എനിക്കും അമ്മയ്ക്കും മാംഗോ, ആദ്യക്കുട്ടനും സോച്ചേട്ടനും ചോക്ലേറ്റ്. അങ്ങനെ ചോക്ലേറ്റും മാംഗോ ഒക്കെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോഴത്തേക്കും നമ്മുടെ ബൂരി വന്നു, എൻ്റെ ആദ്യക്കുട്ടനെ. അപ്പം ഞങ്ങൾ ഒരു 3 ബൂരി എടുത്തിട്ട് ആദ്യക്കുട്ടന് ഞാൻ ഒരെണ്ണം സെപ്പറേറ്റ് എൻ്റെ നിന്ന് കൊടുക്കുമായിരുന്നു ചെയ്തത്. അല്ലാതെ അവന് ഒരു സെറ്റായിട്ട് മേടിച്ച് അവൻ കഴിക്കത്തില്ല. അമ്മയും കൂടി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അമ്മ കഴിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നിന്ന് ആദ്യക്കുട്ടന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മൾ വീടെത്തി. ഈ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചു നേരം പോയി കിടന്നുറങ്ങാം. ഈ ചൂടത്ത് എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, എന്നാൽ കുറച്ചു നേരം പോയി കിടക്കാം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം മഞ്ജമ്മ അടുത്ത് പോവാം, സോച്ചേൻ്റെ അമ്മ അടുത്ത് പോവാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു 5:30 ആ ഒരു ടൈം ആവുന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സംസമിലോട്ടാണ്. അപ്പോൾ നമ്മൾക്ക് അമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അടുത്ത് സംസമാണ്. അപ്പോൾ അവിടെ കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിതേ ഈ ഒരു സംസമിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ വലിയ തിരക്കൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ്, പക്ഷേ വലിയ തിരക്കൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇവിടുത്തെ കാന്താരി മന്തി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാന്താരി മന്തി കഴിക്കാമെന്ന്. അങ്ങനെ മന്തി വന്നു. അപ്പോൾ മന്തി കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ സോച്ചേട്ടൻ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇപ്പം തന്നെ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ മഞ്ജമ്മയുടെ അടുത്തോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാനും എനിക്ക് ആവശ്യമുള്ള റൈസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു കാന്താരി മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എരിവ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസമിൽ പോകുന്ന ടൈമിൽ ഈ ഒരു കാന്താരി മന്തി ഒരു ക്വാർട്ടർ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല എരിവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഈ ഒരു സോഡാ ലൈമും കൂടി കുടിച്ച് കഴിഞ്ഞാൽ ആഹാ അടിപൊളി. ഈ എരിവിൻ്റെ കൂടെ മധുരമുള്ള സോഡാ ലൈം കേട്ടോ, ഉപ്പിടരുത്, മധുരമുള്ള സോഡാ ലൈമും കൂടി ആയിക്കഴിഞ്ഞാൽ സൂപ്പർ. അപ്പോൾ ഞാനും സോച്ചേട്ടനും കഴിക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങാം കേട്ടോ.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മഞ്ജുമ്മയുടെ അടുത്തോട്ട് പോവാം. എന്നിട്ട് നമുക്ക് അമ്മയടുത്ത് പോയിട്ട് ഞാൻ അമ്മയെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ അമ്മയടുത്ത് നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഇപ്പോൾ സമയം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. അമ്മ ഇനി ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോവാം. ഞങ്ങൾ അമ്മയ്ക്ക് വന്നപ്പോൾ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മഞ്ജുമ്മയടുത്ത് നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. ഇപ്പം സമയം ഒരു 9:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂട്, രക്ഷയില്ലാത്ത ചൂട്. അയ്യോ, ഇന്നത്തെ ഒരു ദിവസം തീർന്നു. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ദിവസം തീരുന്നത് അറിയില്ല, തുടങ്ങുന്ന അറിയില്ല, തീരുന്ന അറിയില്ല, പെട്ടെന്ന് തീരും. നമ്മൾ എത്ര മണിക്കാട്ടോ അമ്മ അടുത്ത് എത്തിയത്? 7:30 സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് അമ്മ അടുത്ത് വന്നത്. 7:30 തൊട്ട് 9:30 വരെ അമ്മ അടുത്തായിരുന്നു. സാധാരണ ഇതിനെക്കാട്ടിയൊക്കെ താമസിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇന്നിപ്പം ആദ്യമോനൊന്നും ഇല്ല, ഞാനും സോച്ചേനും മാത്രമേ വന്നുള്ളൂ. അമ്മ അതുകൊണ്ടു വന്നിട്ടില്ല. നമ്മള് മാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. ആദ്യമോനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളായിരുന്നു. അമ്മൂമ്മക്ക് ഡാൻസും പാട്ടും ഒക്കെ കണ്ടു. പതുക്കെ പോവാന്ന് പറയും, എപ്പോഴും വരൂലല്ലോ എന്ന് പറയും. ഞങ്ങൾ മാത്രമാണ് പറയും എന്നാ പിന്നെ മക്കളെ ഇറങ്ങിക്കോ, രാത്രിയായി രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു പ്രായമൊക്കെ കഴിയുമ്പോ അമ്മൂമ്മമാർക്ക് കൊച്ചുമക്കളെ മതി. അത് അവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെ തന്നെ. ആദ്യക്കുട്ടനാണ് ഇഷ്ടം, അതെ താരം. നമ്മളാർക്കും വേണ്ട. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവൻ ഭയങ്കര ഉറക്കമായിരുന്നു. അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, രാവിലെ 5 മണിക്ക് അവൻ എണീച്ചതാ. അപ്പം ആ ഒരു ഉറക്കത്തില് നല്ല ഉറക്കമായിരുന്നു. അപ്പൊ വിളിച്ചാലും അവന് ഭയങ്കര മടിയായിരിക്കും, ഭയങ്കര മടിയും വിഷമവും ഒക്കെ ആയിരിക്കും, പിന്നെ ഭയങ്കര പിണക്കമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിളിച്ചില്ല. അപ്പം ആദ്യക്കൂട്ടം വരാത്തോണ്ട് ഗീതമ്മയും വന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇറങ്ങി. അതുകൊണ്ട് ഇത്ര നേരം ഇരുന്നപ്പോ തന്നെ അമ്മ പറഞ്ഞ പിന്നെ മക്കളെ രാത്രിയായില്ലേ മക്കളെ, ഇനിയിപ്പോ അങ്ങ് അറ്റം വരെ ഓടിപ്പോണ്ടേ, നമ്മളവിടെ കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ മക്കളെ എന്തെങ്കിലും ഇറങ്ങിക്കാന്ന് പറഞ്ഞ. പക്ഷെ കൊച്ചുമോ ഉണ്ടെങ്കിൽ പറയാം മക്കളെ സമയമായില്ല, 11 മണിയല്ലേ ആയുള്ളൂ, പതുക്കെ പോവാ, 10 മിനിറ്റ് കൂടെ നില്ലേ, എന്തിന് ഇത്ര നേരത്തെ പോണത്, കുറച്ചേരം കൂടെ നിന്നിട്ട് ഞങ്ങൾ ഡയറക്റ്റ് നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ സോച്ചൻ പറഞ്ഞു നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നാച്ചുറൽസിൽ വന്നിരിക്കുകയാണ് ഐസ്ക്രീം കഴിക്കാനായിട്ട്. ഇവിടുത്തെ ഐസ്ക്രീം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാട്ടിലും കൂടുതൽ ഐസ്ക്രീം ഇഷ്ടം സോച്ചേട്ടനും ആദ്യക്കുട്ടനുമാണ്. എനിക്കങ്ങനെ ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് എരിവുള്ള ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടു. സോച്ചേട്ടന് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. അങ്ങനെ സോച്ചേട്ടൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് സ്ഥിരം കഴിക്കുന്നത് മാംഗോ പൈനാപ്പിൾ ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയുള്ള കടയിലൊക്കെ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡ് കളേഴ്സൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ ഫ്രൂട്ട്, പാല്, പഞ്ചസാര അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. പക്ഷേ നല്ല പ്യുവറായിട്ടുള്ള ടേസ്റ്റുമാണ്. നമുക്കത് അറിയാൻ പറ്റും. ഫ്രിഡ്ജ് ലൈഫൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അങ്ങനെ ചീത്തയായി പോവും. ഒരു 2 ദിവസത്തിനുള്ളിൽ കഴിച്ച് തീർക്കണം, അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഫ്രിഡ്ജ് ലൈഫ്. അപ്പം നമ്മൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. സോച്ചരൻ ചോക്ലേറ്റും, സോച്ചരൻ കോൺ മേടിച്ചു. ഞാൻ ഈ ഒരു സ്കൂപ്പ് ഇങ്ങനെ കപ്പിലുള്ളതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു അക്കിടി മനസ്സിലായത്. ഞാൻ എടുത്ത ഫ്ലേവർ മാറിപ്പോയി. ഞാൻ സ്ഥിരം കഴിക്കുന്നത് മാംഗോ പൈനാപ്പിളായിരുന്നു, ഞാൻ വാങ്ങിയത് പപ്പായ പൈനാപ്പിളായിരുന്നു. അങ്ങനെ ഞാൻ പോയി ചോദിച്ചു, ഫ്ലേവർ മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം എടുത്ത ഫ്ലേവർ മാറിപ്പോയി, വേണമെങ്കിൽ രണ്ടാമത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ്. ഞാൻ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ എൻ്റെ വായിൽ ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കിട്ടിയില്ല. കുഴപ്പമില്ല, പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും എനിക്ക് മാങ്ങ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമാണ്, മാങ്ങ, പൈനാപ്പിൾ. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമാണ് എൻ്റേത്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞാൻ മറന്നുപോയി, ഞാൻ ഇങ്ങനെ ആലോചനയിലായിപ്പോയി. അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.